ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളിൽ പല ആളുകൾക്കും അറിയുന്നതും എന്നാൽ ഞാൻ ഈ അടുത്തറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഞാൻ അറിഞ്ഞതാണല്ലോ, നിങ്ങൾക്ക് അറിയുമെങ്കിലും അറിയില്ലെങ്കിലും ഞാനായിട്ടൊന്ന് വന്ന് പറയാലോ എന്നോർത്തിട്ടാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിലും കൂടെ അതിനൊക്കെ വേറെ പേരുകളൊക്കെ ആയി. അറിയോ നിങ്ങൾ എന്തെങ്കിലും പല സാധനങ്ങളുടെ പേരുകളൊക്കെ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഞെട്ടി ഗൈസ്. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഓക്കെ. നമ്മൾ ആദ്യം തന്നെ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെയും അതേപോലെ തന്നെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. സ്കിൻ കെയറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ റീസെന്റ് കുറച്ചായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഈ കൊറിയൻ സ്കിൻ കെയർ എന്ന് പറയുന്നത് അല്ലേ. യെസ്, അതിപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിലുള്ള ഒരു സംഭവമാണ് കേട്ടോ. കൊറിയൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെയാണ് പറയുന്നത്. കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. കൊറിയക്കാരെ പോലെ അവരുടെ സ്കിന്ന് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എന്താ പറയുക ക്ലിയർ ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെ ലഭിക്കും ഈ കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ആ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാം അല്ലേ. പിന്നെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സെറാമൈഡ്സിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയുണ്ടാകും സെറാമൈഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണെന്നുള്ളത്. അത് നമ്മുടെ സ്കിന്നിൽ ഒരു ബാരിയർ പോലെ കിടക്കും കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സെറംസ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഈ ഒരു സെറാമൈഡ് അടങ്ങിയിട്ടുള്ള സെറം അല്ലെങ്കിൽ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഇല്ലേ, അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും സ്കിന്നിൽ നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാനും നല്ലതാണ് കേട്ടോ. സെറാമൈഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫേസ് സിറത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഫേസ് സിറം യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന ഫേസ് സിറം തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ടും കാര്യങ്ങളും കിട്ടുക കേട്ടോ. ഫേസ് സിറം യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത മാർക്കുകൾ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഫേസ് സിറം നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അത് മാത്രമല്ലാതെ വിറ്റമിൻ സി, കോജിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഒക്കെ അല്ലേ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഫേസ് സിറം ഒക്കെ നമുക്കിപ്പോൾ എന്താ പറയുക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ്. അപ്പം നമ്മുടെ സ്കിന്നിന് ചേരുന്ന തരത്തിലുള്ള ഫേസ് സിറം ആയിരിക്കണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹൈലൂറോണിക് ആസിഡിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഹൈലൂറോണിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സെറാമൈഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഹൈലൂറോണിക് ആസിഡ് ഉള്ള പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ളതാണോ എന്നും കൂടി നോക്കിയിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ അടുത്തത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ നമ്മളൊരു 99% ആളുകളും യൂസ് ചെയ്യുന്നതാണ്. ഒരു 1% ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല, താല്പര്യമില്ലാത്ത ആളുകളായിരിക്കാം. ഓക്കെ, സൺസ്ക്രീൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും സൺസ്ക്രീൻ ഇടുന്നത് സ്കിന്നിന് ബെറ്റർ ആണെന്നാണ് പറയുന്നത്. അതേപോലെ പുറത്ത് പോകുകയാണെങ്കിൽ ആസ് യൂഷ്വൽ എന്തായാലും വേണം, ഇല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ വെയിലടിച്ചിട്ട് സൂര്യൻ്റെ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക കരിച്ച് കളയുന്നതാണ് ഗൈസ്. അപ്പോൾ അതിൽ നിന്നൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഫേസിലിടുന്ന സമയത്ത് അല്ലെങ്കിൽ ബോഡിയിലിടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു എന്താ പറയുക ഒരു ബാരിയർ പോലെ നന്നായിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്ന സമയത്തും അറിയാമല്ലോ സ്കിൻ ടൈപ്പും എല്ലാ സംഭവങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഒരു 30+ എങ്കിലും SPF പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ലെയറിങ്.
എന്താണ് ഈ ലെയറിങ്? എന്താണ് ലെയറിങ് എന്ന് അറിയാമോ? CTM പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. C എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ്, T എന്ന് പറഞ്ഞാൽ ടോണർ, M എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ. ഒരു എസും കൂടി ചേർത്തിട്ട് നമുക്കതൊരു സൺസ്ക്രീനും കൂടി ചേർക്കാം, CTMS എന്നാക്കാം. ഇങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മുടെ ഫേസിൽ ഇടുന്ന ആ ഒരു എന്താ പറയുക സ്റ്റെപ്പുകളെയാണ് ലെയറിങ് എന്ന് പറയുന്നത്. ഈ ലെയറിങ് എന്നൊരു വാക്ക് ഈ അടുത്താണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് CTM പ്രോസസ്സ് ചെയ്യുക എന്ന് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് പറയുന്നതാണ് ലെയറിങ്. ലെയറിങ് എന്ന് പറയുമ്പോൾ എന്തായാലും അറിയാലോ, ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത്. എന്താ ഫേസ് ക്ലീൻ ചെയ്യുന്നു, ക്ലെൻസർ യൂസ് ചെയ്യുന്നു, ടോണർ യൂസ് ചെയ്യുന്നു, പിന്നെന്താ ഫേസ് സിറം ഇടുന്നു, മോയ്സ്ചറൈസർ ഇടുന്നു, സൺസ്ക്രീൻ ഇടുന്നു, പിന്നെ അതിൻ്റെ മേലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കിൻ കെയർ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പുകളെ, CTM എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പുകളെ മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് ഇപ്പോൾ ഈ ഒരു ലെയറിങ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്കിൻ ടൈപ്പ് ഏതാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് സ്കിൻ ടൈപ്പ് ഏതൊക്കെ എന്തൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നോർമൽ എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാ സ്കിൻ ടൈപ്പും. അത് അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് വേണം പ്രൊഡക്ട്സ് ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒരു കേസസിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഫേസിൽ ടീസോൺ എന്ന് പറയുന്നത് ഓയിലിയാണ്, കവിളുടെ 2 ഭാഗം ഡ്രൈ ആണ്, അതായത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. ബട്ട് എൻ്റെ ബോഡിയിലേക്ക് വരുമ്പോൾ, കയ്യിലേക്ക് അതേപോലെ കാലിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്താണ്, ഡ്രൈ ആണ് കേട്ടോ. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. സ്കിൻ ടൈപ്പ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വേറെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് കയറി നോക്കാം കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പിനെ കുറിച്ചും പറഞ്ഞു. അത് സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈസിയാണ്, സിംപ്ലി ആണ്, അതേപോലെ തന്നെ ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. രാവിലെ നമ്മൾ എഴുന്നേറ്റ് അപ്പം തന്നെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യുക, DIYസോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്ട്സോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഈവനിങ് ടൈമിൽ അതേപോലെ ഒന്ന് ചെയ്തേക്കുക. പിന്നെ അതേപോലെ നൈറ്റ് ടൈമിൽ ഒരു 3 ടൈമെങ്കിലും, അല്ലെങ്കിൽ ഈവൻ രാവിലെ ചെയ്തതിന് ശേഷം നൈറ്റിലെങ്കിലും ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും മാറുന്നതാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് വീക്ക്ലി 1 ടൈം ഒന്ന് സ്ക്രബ് ചെയ്യുക. പിന്നെ അതേപോലെ എന്തെങ്കിലും DIYസോ പാക്കോ എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് സിംപ്ലി വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് തന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഫോളോ ചെയ്യുക, സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെയിലി ബേസിസിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ CTM അല്ലെങ്കിൽ ലെയറിങ് എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുക കേട്ടോ. ലെയറിങ്ങിൽ ഞാൻ മേക്കപ്പ് ചെയ്യണം ആ ലെയറിങ്ങും കൂടി ഉദ്ദേശിക്കണില്ല. പക്ഷെ ഞാൻ പറയുന്നത് CTM എന്തായാലും ചെയ്യാം കേട്ടോ. ക്ലെൻസിങ്, ടോണിങ്, അതേപോലെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് ഒന്നുകൂടി പ്രൊട്ടക്റ്റഡ് ആവും. നമ്മുടെ വീട്ടിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും ഒക്കെ അത് നിങ്ങളുടെ കംഫർട്ടബിളിനനുസരിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്ഥിരമായി ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ എന്തോ ആയിക്കോട്ടെ, DIYസോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്ട്സോ എന്ത് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിലും ആ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിശ്വാസം അർപ്പിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിശ്വസിക്കുക, നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് തന്നെ വേണം. അപ്പം തന്നെ നമുക്ക് ആ ഒരു സംഭവം സെറ്റായി വരും. ഒരു കൺഫ്യൂഷൻ വെച്ചിട്ട് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പുതിയൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ DIYസോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം കാര്യത്തിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. ചെറിയൊരു ബ്രൈറ്റ്നസ് എല്ലാ കാര്യത്തിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് നമുക്ക് കുറേ നാൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ആ ഒരു കാര്യം ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 ആഴ്ച യൂസ് ചെയ്തു, റിസൾട്ട് വലിയ രീതിക്ക് കിട്ടണില്ല എന്നാൽ അത് അവിടെ നിർത്തിയിട്ട് അടുത്തത് വാങ്ങിക്കാം, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. ഇത് DIYസിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ.
നിങ്ങളൊരു 28 ദിവസം, ഒരു മാസമാണ് ശരിക്കും ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ ഒരു മാസത്തിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ സ്വയം അനലൈസ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഡേ വൈസ് ആണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. ആ കാര്യങ്ങൾ നമ്മൾ 1 മന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. വീക്ക്ലി വൺ ടൈം വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോസ് എത്തിക്കാറുള്ളത്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് എങ്ങനെയാണോ ഫേസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫേസിൽ എങ്ങനെയാണോ ഉള്ളത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ടാണ് ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, DIYs യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഏരിയ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് അനലൈസ് ചെയ്തിട്ടാണ് വീഡിയോസ് എത്തിക്കാറുള്ളത്. അതേപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി ഒന്ന് ഇതേപോലൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു DIYs യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസമെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ചില ആളുകളിൽ അതിലും നേരം വൈകാനുള്ള ചാൻസ് ഉണ്ട്. ചില ആളുകൾക്ക് 3 മാസം 4 മാസമൊക്കെ പിടിക്കും നല്ലൊരു റിസൾട്ട്, നല്ലൊരു എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചും അതേപോലെ തന്നെ നമ്മുടെ പ്രശ്നത്തിനനുസരിച്ചൊക്കെ ഇരിക്കും ഈ ഒരു മാറ്റങ്ങളുടെ ഒരു സംഭവം കേട്ടോ. മാറ്റങ്ങൾ വരിക ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നമ്മൾ തുടക്കം മുതലേ സ്കിൻ കെയറിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ എന്താ പറയുക ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ. എന്നാൽ പല ആളുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പേടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള കാര്യം. ആസ് യൂഷ്വൽ എല്ലാവർക്കും ഉണ്ട്. പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഉണ്ടാവാറുണ്ട് ആ ഒരു ടെൻഷൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യൂ കേട്ടോ. ബോഡിയിലേക്കുള്ളതാണെങ്കിലും അതേപോലെ തന്നെ ഫേസിലേക്കുള്ളതാണെങ്കിലും ഈവൻ DIYs ആണെങ്കിൽ പോലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഉള്ള ആളുകളാണെങ്കിൽ ഈ പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട്, എന്ത് DIYs ആണെങ്കിൽ പോലും ട്രൈ ചെയ്യുന്നതിന് മുൻപേ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ പോയി കണ്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതാവുക. പ്രോഡക്ട്സിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് മാത്രമേ പറ്റുള്ളൂ. പുതിയൊരു പ്രോഡക്ട്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചൊരു വലിയ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. പിടിച്ചോളണമെന്നില്ല സ്കിന്നിൽ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. എന്നിട്ട് മാത്രം ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലെയറിങ് എന്താണ്, അതേപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ. ഞാൻ ഈ ലെയറിങ്ങിനെ കുറിച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ ഗൈസ് അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ട് ഇനി വൈകാതെ തന്നെ കാണാം. ടാറ്റാ.